2023 ഒക്ടോബർ 7 ആരംഭിച്ച ഇസ്രായേൽ ഗസ സംഘർഷം ഇപ്പോഴും തുടരുകയാണ്. ഇതിനകം 45,000-ലധികം ആളുകൾ ഗസയിൽ മാത്രം കൊല ചെയ്യപ്പെട്ടു. ഇതിൽ 70% ആളുകൾ സ്ത്രീകളും കുട്ടികളും അടങ്ങുന്ന സിവിലിയൻസാണ്. ഈ സംഘർഷം ആഗോള രാഷ്ട്രീയത്തിൽ വലിയ തരത്തിലുള്ള പ്രതിഷേധവും പ്രതികരണങ്ങളും സൃഷ്ടിച്ചിട്ടുണ്ട്. അമേരിക്കൻ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ഡൊണാൾഡ് ട്രംപ് അധികാരത്തിൽ വന്നാൽ, അദ്ദേഹം പ്രസിഡന്റ് പദം ഏറ്റെടുത്താൽ ഉടനടി റഷ്യ ഉക്രൈൻ യുദ്ധവും ഗസ യുദ്ധവും അവസാനിപ്പിക്കും എന്നാണ് അദ്ദേഹം തെരഞ്ഞെടുപ്പ് വാഗ്ദാനമായി പറഞ്ഞത്. ഇക്കാര്യത്തിൽ തീരുമാനമുണ്ടാകുമോ എന്ന് കണ്ടറിയേണ്ട കാര്യമാണ്. ഏതായാലും ഗസയിൽ നിന്ന് വെസ്റ്റ് ബാങ്കിലേക്കും അവിടെ നിന്ന് ലെബനനിലേക്കും യുദ്ധം വ്യാപിക്കുകയുണ്ടായി. ഹിസ്ബുള്ള ഇസ്രായേൽ യുദ്ധം താൽക്കാലിക വെടിനിർത്തലിൽ എത്തി നിൽക്കുന്നു എന്നത് ശുഭ സൂചകമാണ്. എന്നാൽ ഗസയിൽ ഇപ്പോഴും സംഘർഷം തുടരുകയാണ്. അവിടേക്കുള്ള എല്ലാ ഹ്യൂമാനിറ്റേറിയൻ എയ്ഡുകളും ഇസ്രായേൽ പൂർണ്ണമായി നിർത്തിവച്ചിരിക്കുന്നു. പോഷകാഹാരക്കുറവ് മൂലം, ഭക്ഷണം കിട്ടാത്തത് മൂലം മരണത്തോടടുക്കുന്ന കുട്ടികളുടെ ചിത്രം ഹൃദയഭേദകമായ ഒരു കാഴ്ചയാണ്. ഇതിന് ഒരവസാനം കുറിക്കാൻ ഇപ്പോഴും അന്താരാഷ്ട്ര സമൂഹത്തിന് കഴിഞ്ഞിട്ടില്ല. ഏറ്റവും അടുത്ത കാലത്ത് ഈജിപ്തിൻ്റെ മധ്യസ്ഥതയിൽ നടത്തിയ ചർച്ചയും ഫലം കാണാതെ പോവുകയാണുണ്ടായത്. വംശീയ ഉന്മൂലനത്തിൻ്റെ എല്ലാ സ്വഭാവ വിശേഷങ്ങളും ആർജിച്ചിട്ടുള്ള ഗസ കൂട്ടക്കൊല ആഗോള സമൂഹം ശക്തമായി വിമർശിക്കുന്ന ഒരു സാഹചര്യവും ഉണ്ടായിട്ടുണ്ട്. മുൻകാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി യൂറോപ്പിൽ നിന്ന് ഫലസ്തീനികൾക്ക് പിന്തുണ കിട്ടുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. 2024 ജൂൺ മാസം 3 യൂറോപ്യൻ രാജ്യങ്ങൾ ഫലസ്തീനെ അംഗീകരിക്കുകയുണ്ടായി. അത് വളരെ പ്രധാനപ്പെട്ട ഒരു നീക്കമായിരുന്നു. യൂറോപ്യൻ യൂണിയൻ അംഗങ്ങളായിട്ടുള്ള സ്പെയിൻ, അയർലൻഡ്, അതുപോലെ നോർവേയും ഫലസ്തീനെ അംഗീകരിച്ചു. അതോടൊപ്പം കിഴക്കൻ യൂറോപ്യൻ രാജ്യമായ സ്ലൊവേനിയയും ഫലസ്തീനെ അംഗീകരിക്കുന്ന സാഹചര്യമുണ്ടായി. അമേരിക്ക ഇസ്രായേൽ അച്ചുതണ്ടിൻ്റെ താൽപ്പര്യങ്ങൾക്ക് വിരുദ്ധമായി പൊതുവിൽ യൂറോപ്യൻ യൂണിയനോ നോർഡിക് രാജ്യങ്ങളോ നിലപാടെടുക്കാറില്ല. ഇതിൽ നിന്ന് വ്യത്യസ്തമായി അമേരിക്കൻ നയത്തോട് വിയോജിപ്പ് പ്രകടിപ്പിച്ചുകൊണ്ട് തന്നെ പല യൂറോപ്യൻ രാജ്യങ്ങളും അടിയന്തരമായി വെടിനിർത്തൽ കൊണ്ടുവരണമെന്നും ഗസ യുദ്ധം അവസാനിപ്പിക്കണമെന്നും പറയുന്ന ഒരു സാഹചര്യമുണ്ട്. ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം 1967 അതിർത്തിയിലേക്ക് ഇസ്രായേൽ മടങ്ങണമെന്നും വെസ്റ്റ് ബാങ്ക്, ഗസ, കിഴക്കൻ ജെറുസലേം അടക്കമുള്ള പ്രദേശങ്ങൾ ചേർത്തുകൊണ്ട് സ്വതന്ത്ര ഫലസ്തീൻ രൂപീകരിക്കണമെന്നും യൂറോപ്യൻ രാജ്യങ്ങൾ പൊതുവായി വാദിക്കുന്നുവെന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. സ്പെയിനിൻ്റെ പുരോഗമന സ്വഭാവമുള്ള പ്രൈം മിനിസ്റ്റർ പെട്രോ സാഞ്ചസ് ഈ കാര്യം അടിവരയിട്ട് സൂചിപ്പിക്കുകയുണ്ടായി. നിലവിലുള്ള അതിർത്തികൾ, നിലവിൽ ഫലസ്തീൻ അതോറിറ്റിയും ഹമാസും നിയന്ത്രിക്കുന്ന ഗസയും വെസ്റ്റ് ബാങ്കും ചേർത്ത് ഒരു സ്വതന്ത്ര ഫലസ്തീൻ രാജ്യമുണ്ടാക്കണമെന്നല്ല, മറിച്ച് 1967 6 ഡേ വാറിൽ ഇസ്രായേൽ പിടിച്ചെടുത്ത പ്രദേശങ്ങൾ കൂട്ടിച്ചേർത്ത് ഒരു സ്വതന്ത്ര ഫലസ്തീൻ ഉണ്ടാക്കണം എന്നാണ് ഇവർ വാദിക്കുന്നത്. യൂറോപ്യൻ രാജ്യങ്ങളുടെ ഈ നയവ്യത്യാസം വളരെ പ്രധാനപ്പെട്ട ഫലങ്ങൾ ഉണ്ടാക്കും എന്ന് പ്രതീക്ഷിക്കാം. ഗ്രൗണ്ട് റിയാലിറ്റിയിൽ വലിയ മാറ്റം ഉണ്ടാവാൻ സാധ്യതയില്ല എങ്കിലും നൈതിക തലത്തിലും പലസ്തീനികൾക്ക് കിട്ടുന്ന ഒരു പിന്തുണ വളരെ പ്രധാനപ്പെട്ടതാണ്. ഇതോടൊപ്പം അന്താരാഷ്ട്ര നീതിന്യായ കോടതി ഇസ്രായേലിനെ ശിക്ഷിക്കുന്ന സാഹചര്യമുണ്ടായി. ബെഞ്ചമിൻ നെതന്യാഹുവിനും പ്രതിരോധ മന്ത്രി യോവ് ഗലന്റിനുമെതിരെ അറസ്റ്റ് വാറണ്ട് പുറപ്പെടുവിക്കുന്ന സാഹചര്യമുണ്ട്. മാനവികതയ്ക്കെതിരായ കുറ്റകൃത്യങ്ങളാണ് ഇരുവരും നടത്തിക്കൊണ്ടിരിക്കുന്നതെന്ന് ഇൻ്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസ്
നിരീക്ഷിക്കുകയുണ്ടായി. അതോടൊപ്പം അടിയന്തരമായി യുദ്ധം അവസാനിപ്പിക്കണമെന്നും ഫലസ്തീനികൾക്ക്, ഗസൻ നിവാസികൾക്ക് ഹ്യൂമാനിറ്റേറിയൻ എയ്ഡുകൾ എത്തിക്കണമെന്നും ഇൻ്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസ് സൂചിപ്പിക്കുകയുണ്ടായി. ഈ മാറ്റങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ്. ഇൻ്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസിൻ്റെ വേർഡിക്റ്റ്, അവരുടെ വിധിയും അവരുടെ അഭിപ്രായങ്ങളും ഒപ്പീനിയൻസും അത് ആ രൂപത്തിലൊന്നും ഇംപ്ലിമെൻ്റ് ചെയ്യാൻ, നടപ്പിലാക്കാൻ സാധ്യതയില്ല എങ്കിലും അതിന് വലിയ സ്വാധീനം ആഗോള സമൂഹത്തിനിടയിൽ ഉണ്ടാക്കുന്നുണ്ട്. ഇസ്രായേൽ അമേരിക്ക അച്ചുതണ്ട് മുന്നോട്ട് വയ്ക്കുന്ന ഭീകരതയ്ക്കെതിരായ ആഗോള യുദ്ധം എന്ന മറ, അതിൻ്റെ പിന്നിൽ നിന്നുകൊണ്ട് ആയിരക്കണക്കിന് മനുഷ്യരെ കൊന്നൊടുക്കുന്ന വംശീയ ഉന്മൂലന യുദ്ധം, ഇത് യഥാർത്ഥത്തിൽ സാധാരണ മനുഷ്യരെ കൊന്നൊടുക്കുന്ന യുദ്ധമാണ് എന്ന് ഇൻ്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസിൻ്റെ അഭിപ്രായവും അതിൻ്റെ വിധിയും വളരെ കൃത്യമായി ഒരു സന്ദേശമായി ലോകത്തിന് കൈമാറുന്നുണ്ട്. ഇതാണ് ഇൻ്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസ് ഇക്കാര്യത്തിൽ എടുത്തിട്ടുള്ള നിലപാട് ആഗോള രാഷ്ട്രങ്ങളെ സ്വാധീനിക്കുന്നതിൻ്റെ തലം. ഇതോടൊപ്പം ഇസ്രായേലിന് അടിയന്തരമായി ഒരുപക്ഷെ വെടിനിർത്തലോ പ്രശ്നപരിഹാരത്തിലേക്കോ നീങ്ങാൻ സമ്മർദ്ദം ചെലുത്തുന്ന ഒരു സാഹചര്യവും ഉണ്ടാവും. ഡൊണാൾഡ് ട്രംപ് സമ്പൂർണ്ണമായി ഇസ്രായേലിനെ പിന്തുണയ്ക്കുന്ന സമീപനമാണ് സ്വീകരിച്ചുകൊണ്ടിരുന്നത്. അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ പ്രസിഡൻസിയുടെ കാലത്ത് അദ്ദേഹം ക്രിസ്ത്യൻ സയനിസ്റ്റ് എന്ന മേലങ്കി സ്വയം എടുത്തണിഞ്ഞ വ്യക്തിയാണ്. ഇതൊക്കെയാണെങ്കിലും ഈ സംഘർഷത്തിന് അടിയന്തരമായി പരിഹാരമുണ്ടാക്കണം, വെടിനിർത്തലുണ്ടാക്കണം, യുദ്ധം അവസാനിപ്പിക്കണം എന്നൊക്കെ അദ്ദേഹം തെരഞ്ഞെടുപ്പ് വേളയിൽ പറയുകയുണ്ടായി. ഒരു പക്ഷേ ആ ദിശയിൽ അദ്ദേഹം ഒരു നീക്കം, നയതന്ത്ര നീക്കം നടത്തിയേക്കാം. ഏതായാലും പൂർണ്ണമായും നിയന്ത്രിക്കപ്പെട്ട് ഇസ്രായേൽ സൈന്യത്തിൻ്റെ സമ്പൂർണ്ണ നിയന്ത്രണത്തിൽ 23 ലക്ഷം മനുഷ്യർ ഗസയിൽ ഇപ്പോൾ ജീവിക്കുകയാണ്. നിരന്തരമായി അവർ ബോംബിങ്ങിന് വിധേയമാവുകയും ചെയ്യുന്നു. അവിടെ കൂട്ടമരണം ഒഴിവാക്കണമെങ്കിൽ അടിയന്തര വെടിനിർത്തലും മാനുഷിക സഹായങ്ങളും ഗസയിലേക്ക് പ്രവഹിക്കണം. അത് നൽകാൻ ലോകം തയ്യാറാണ്. പക്ഷേ ഇസ്രായേൽ അത് നിരസിക്കുകയാണ്. ഈ സാഹചര്യത്തിലാണ് പല യൂറോപ്യൻ രാജ്യങ്ങളുടെയും നിലപാടുകൾ, ഇൻ്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസിൻ്റെ നിലപാട്, ഇതെല്ലാം പ്രസക്തമാവുന്നത്. ഇവ അടിയന്തര വെടിനിർത്തലിലേക്കും ഗസ യുദ്ധം അവസാനിപ്പിക്കുന്നതിലേക്കും നയിക്കും എന്ന് പ്രതീക്ഷിക്കാം.